വെഡ്ഡിംഗ് റിംഗ്സിൽ എങ്ങനെയൊക്കെ പേരെഴുതാം? 3 ഗ്രാം മുതലുള്ള റിംഗ്സ് കാണാം. 5. സാധാരണയായി കണ്ടുവരുന്ന എൻഗ്രേവിംഗ് റിംഗ്സ്. മുൻപ് ഇത് കൈകൊണ്ടാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ മെഷീൻ ലേസർ എൻഗ്രേവിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടും സ്റ്റൈലും ചൂസ് ചെയ്യാം. എൻഗ്രേവ്ഡ് റിംഗ്സ് ആണ് വാങ്ങുന്നതെങ്കിൽ ഗ്ലോസി ഫിനിഷിങ്ങിനേക്കാൾ ലെറ്റേഴ്സ് എടുത്തു കാണാൻ മാറ്റ് ഫിനിഷിംഗ് റിംഗ്സ് ആണ് നല്ലത്. 4. ഇനാമൽ ഫിനിഷിംഗ് റിംഗ്സ്. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. 1. ആദ്യം ഒരു ഫ്രെയിമിൽ പേരെഴുതി അതിൽ ഇനാമൽ നിറയ്ക്കും. ഇനാമൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് കുറച്ച് പഴയ ഡിസൈനാണ്. 2. പേര് മാത്രം ഇനാമൽ ഫിനിഷിങ്ങിൽ വരുന്നത്. ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ്. ഇത് കൂടുതലും ബ്ലാക്ക് കളറിലാണ് വരാറ്. നിങ്ങൾക്ക് വെഡ്ഡിങ്ങിന് ചൂസ് ചെയ്യാവുന്ന 100-ലേറെ വെഡ്ഡിംഗ് റിംഗ് ഡിസൈൻസിനായി ഗോൾഡ് സൂക്ക് പേജിലെ ഈ സ്റ്റോറി ഹൈലൈറ്റ്സ് ചെക്ക് ചെയ്യാം. 3. കാർവ്ഡ് റിംഗ്സ്. പേരിന്റെ ലെറ്റേഴ്സിന്റെ ഷേപ്പിൽ വരുന്ന റിംഗ് ആണിത്. ട്രെൻഡിങ് ഡിസൈൻ ആണെങ്കിലും ഫ്യൂച്ചറിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. 2. ലെറ്റർ എംബോസ്ഡ് റിംഗ്സ്. സ്വർണ്ണ തകിടിൽ ലെറ്റേഴ്സ് കട്ടൗട്ട് ചെയ്ത് റിംഗ്സിൽ എംബോസ് ചെയ്ത ഡിസൈൻസ് ആണ്. ഇതിൽ ലെറ്റേഴ്സ് മുകളിലേക്ക് നിൽക്കുന്നത് കൊണ്ട് തേയ്മാനം വരാനുള്ള ചാൻസ് ഉണ്ട്. പകരം ലെറ്റേഴ്സിന് ചുറ്റും ഒരു ഫ്രെയിം ഉണ്ടെങ്കിൽ ആ റിസ്ക് ഒഴിവാക്കാം. 1. കട്ടൗട്ട് നെയിം റിംഗ്സ്. റിംഗിൽ ഫുൾ ലെറ്റേഴ്സ് കട്ടൗട്ട് ചെയ്ത് പേര് ഇതുപോലെ ട്രാൻസ്പാരന്റ് ആയ റിംഗ്സ് ആണിത്. വിൽ ബി ബാക്ക് വിത്ത് ന്യൂ ട്രെൻഡ്സ്. ടിൽ ദെൻ ഫോളോ ഗോൾഡ് സൂക്ക്.